നമ്മൾ കോഴിക്കോട്ടേക്ക് പോയാൽ അവിടെ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് മോഷ്ടിക്കാൻ ശ്രമിച്ചവരിൽ ഒരാൾ പിടിയിലായിട്ടുണ്ട്. പന്തലായനി സ്വദേശിയായ അഭിനവ് എന്ന 21-കാരനാണ് പിടിയിലായത്. കോഴിക്കോട് കൊയിലാണ്ടി റൂട്ടിലോടുന്ന സെനോ ബസ്സാണ് മോഷ്ടിക്കാൻ ശ്രമിച്ചത്. ബസിന്റെ ടയർ ചെളിയിൽ പുതഞ്ഞതിനെ തുടർന്നാണ് ഈ ശ്രമം പാളിയത്. ബെൻസൻ ബാബു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നുണ്ട്. ബെൻസൻ, ഈ പ്രതിയെ എവിടെ നിന്നാണ് പിടിച്ചത്? സേതുലക്ഷ്മി, കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഇത്തരത്തിലൊരു ബസ് മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നത്. തുടർന്ന് പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ആ CCTV ദൃശ്യങ്ങളിൽ 3 യുവാക്കൾ ചേർന്നാണ് ഈ മോഷണ ശ്രമം നടത്തിയത് എന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെ പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഒരാൾ പിടിയിലായിട്ടുള്ളത്. പന്തലായിനി പുത്തലത്തുകുന്ന് സ്വദേശിയായിട്ടുള്ള അഭിനവ്, 21 വയസ്സ് മാത്രമാണ് ഈ യുവാവിനുള്ളത്. ഇവർ 3 പേർ ചേർന്ന്, ഇയാൾ ഉൾപ്പെടെ മറ്റ് 2 പേരും, അങ്ങനെ 3 പേർ ചേർന്നാണ് ഈ മോഷണ ശ്രമം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മറ്റ് 2 പേരെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. കൊയിലാണ്ടി കോഴിക്കോട് റൂട്ടിലോടുന്ന സെനോ എന്ന ബസ്സായിരുന്നു കവരാൻ ശ്രമം നടന്നത്. ഇത് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഈ 3 യുവാക്കൾ ചേർന്ന് ബസ് എടുത്തുകൊണ്ട് പോവുകയും പോകുന്ന വഴിക്ക് മറ്റൊരു സ്ഥലത്ത് വെച്ച് ബസ്സിന്റെ ടയർ ചെളിയിൽ പുതഞ്ഞു പോവുകയും ആ ബസ് മുൻപോട്ടെടുക്കാൻ കഴിയാതെ വന്നതോടുകൂടി അവർ ബസ് ഉപേക്ഷിച്ച് പോവുകയുമായിരുന്നു. അങ്ങനെ എന്താണ് ഈ കവർച്ചയ്ക്ക് പിന്നിലുള്ള ശ്രമം? മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? അതോ ബസ് എടുത്തുകൊണ്ട് പോവുകയായിരുന്നോ? ലഹരി ഉപയോഗിച്ചതിന് ശേഷം ഇത്തരത്തിൽ ബസ്സും അതുപോലെ തന്നെ ലോറിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന വാർത്തകൾ ഇതിനു മുൻപും വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ആണോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ അന്വേഷിച്ച് വരികയാണ്. എന്താണെങ്കിലും ഈ മോഷണ ശ്രമം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരാളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. 2 പേർക്കായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്.